അന്ന് നമ്മൾക്ക് ക്ഷീണമില്ല, അന്ന് നമ്മൾക്ക് തണുപ്പൊരു വിഷയമല്ല, ചൂട് നമ്മൾക്കൊരു വിഷയമല്ല, ആരോഗ്യം ഒരു വിഷയമല്ല. നമ്മൾ അതിരാവിലെ അലാറം വെച്ച് എഴുന്നേക്കും. ഇനി അതല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കിടക്കും, ദൈവമേ എന്നെ ഒന്ന് ഇത്ര സമയമാകുമ്പോൾ ഒന്ന് വിളിക്കണം, 3 മണിക്കൊന്ന് വിളിക്കണേ, 4 മണിക്കൊന്ന് വിളിക്കണേ, 5 മണിക്കൊന്ന് വിളിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരാധനയുടെ ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുക. ഈ ആരാധനയുടെ ആ കാലഘട്ടം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ ഞെരുക്കം ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം, സമാധാനമില്ലാത്ത ഞെരുക്കം, ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും ഒക്കെ ഞെരുക്കം വന്നിരിക്കുന്നതിന് കാരണം ഈ ആരാധന എവിടെയോ നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നിയമപ്രകാരമുള്ള ആരാധന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അതിനെ മടക്കിയെടുത്ത്, ആരാധന ജീവിതത്തിൽ മടക്കിയെടുത്ത് പഴയതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഞെരുക്കുന്ന സാമ്പത്തികത്തെ, ആത്മീയത്തെ, ഭൗതികത്തെ ഞെരുക്കുന്ന മിഥ്യാന ശക്തിയെ തകർത്ത് ദൈവം ജയം തരുവാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾക്കറിയാം 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ? രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഏലിയാവിനോട് ദൈവം പറഞ്ഞു. അതൊക്കെ നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ എന്താ പറയുക ചിന്തിക്കും അതിനെക്കുറിച്ചും. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് എടുക്കുകയാണ്. അത് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ട് ഞാനൊന്ന് എടുക്കുകയാണ്. എന്താണെന്നറിയാമോ? അവിടെ യാഗപീഠം, അവിടെ നമ്മൾക്കൊരു യാഗപീഠം കാണുവാനായിട്ട് കഴിയും അല്ലേ? യഹോവയാം ദൈവം എന്താ പറയുക ഇസ്രായേൽ ദേശത്ത് മഴ അയക്കത്തില്ല. മൂന്ന് വർഷവും എന്താ പറയുക 3.5 വർഷക്കാലം അവിടെ മഴ കൊടുത്തില്ല അല്ലേ? അവിടെ എല്ലാം ഞെരുക്കമാണ്. ഇതുപോലെ തന്നെ ഞെരുക്കമാണ്. ഇസ്രായേൽ ഇവിടെ അനുഭവിക്കുന്നത് പോലെ തന്നെ ഞെരുക്കമാണ്. ആ കാലഘട്ടത്തിലും അവർ ഞെരുക്കം അനുഭവിക്കുക. ഞെരുക്കം അനുഭവിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ എന്തുണ്ടാകത്തില്ല, മഴ ഉണ്ടാകത്തില്ല എന്ന് പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറയിപ്പിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചതും? ഇതേ പറഞ്ഞ ദൈവം പറഞ്ഞു, ഞാൻ അവിടെ പെരുമഴ പെയ്യ്ക്കുവാനായിട്ട് പോകുക. അതിന് മുൻപേ ഒരു കാര്യം നടക്കണം. ഞാനാണ് ജീവിക്കുന്ന ദൈവമെന്ന് നീ വെളിപ്പെടുത്തണം. കാരണം അവിടെയും വിഗ്രഹാരാധന വന്നിരിക്കുക. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇസബേൽ എന്ന് പറയുന്ന ഒരു ദുഷ്ട സ്ത്രീ എന്ത് കൊണ്ടുവന്നിരിക്കുക? അവളെ രാജ്ഞിയാണ്. അവളുടെ അന്യാരാധന, അവൾ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കയറി വന്നു. ഇസ്രായേലിൻ്റെ ആ ഒരു രാജകുടുംബത്തിലേക്ക് അവളെ രാജ്ഞിയായിട്ട് കയറി വന്നു. പോന്നപ്പോൾ അവിടെ തന്നെയല്ല വന്നതും, അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിനെ മുഴുവൻ ആ വിഗ്രഹങ്ങളുടെ മുൻപിൽ ഇവൾ എന്ത് ചെയ്തു? നമസ്കരിക്കുമാറാക്കി. അങ്ങനെ ഇസ്രായേലിനെയും കൊണ്ട് അവൾ വലിയ പാപം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പാപം ചെയ്യിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ കോപം വരികയും ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ ഉണ്ടാകത്തില്ല, മഞ്ഞുണ്ടാകത്തില്ല എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. മഴ മാത്രമല്ല മഞ്ഞും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾക്കറിയാം ഇസ്രായേൽ വരൾച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. പുല്ലില്ല. ആഹാബൊക്കെ പുല്ലന്വേഷിച്ച്, ആഹാബ് രാജാവ്, ഇസബേലിൻ്റെ ഭർത്താവായ ആഹാബ് രാജാവൊക്കെ പുല്ലന്വേഷിച്ച് നടക്കുക. പക്ഷെ നടന്നിട്ട് എന്താണ്? കിട്ടിയില്ല. കാരണം മഴ പെയ്തിട്ട് വർഷങ്ങളായെന്നേ, മഞ്ഞില്ലാതെ വർഷങ്ങളായ എവിടെ നിന്നുണ്ടാകാനാ? കഴുതയ്ക്കും കുതിരയ്ക്കും ഒന്നും എന്തില്ല, പുല്ലില്ല. അങ്ങനത്തെ ഒരു വലിയ വരൾച്ചയുടെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ ഞെരുക്കത്തിന്റെ അവസ്ഥ, സാമ്പത്തികമായ ഞെരുക്കം, വിളകൾ